വഴുതനങ്ങ തൈര് കറി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അവിടെ ഇതിനെ ദഹി ബാങ്ക് എന്ന് വിളിക്കും. ഞാനിത് ചെറുതായിട്ടൊന്ന് സൗത്ത് ഇന്ത്യൻ ടച്ച് കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് പോകുന്നത് ചോറിൻ്റെ കൂടെയാണ്. എന്നാലും ചപ്പാത്തി പോലെയുള്ള ഫ്ലാറ്റ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് ചേരും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെച്ച് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പി 2 മുതൽ 3 പേർക്ക് വരെയുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് വലിയ വയലറ്റ് വഴുതനങ്ങയാണ്. ഏത് എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഇതിനൊരു ടേസ്റ്റ്, ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 350 ഗ്രാം എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ നല്ല കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിലാണ് ഈ കറിക്ക് വേണ്ടി അരിയുക കേട്ടോ. അധികം കനത്തിലും അല്ല, എന്നാൽ അധികം മെലിച്ചിട്ടും അല്ലാത്ത രീതിയിൽ മുറിച്ചെടുക്കാം. ഇനി ഈ കഷ്ണങ്ങളെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ചുമന്ന മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതിലേക്ക് നോർമലി നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ അവർ കുരുമുളക് പൊടി ചേർക്കില്ല. നമ്മളൊരു ചെറിയ സൗത്ത് ഇന്ത്യൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. മസാലപ്പൊടികളും ഉപ്പും കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ കഷ്ണത്തിലേക്കും നമ്മൾ ഈ ചേർത്ത പൊടികളും ഉപ്പൊക്കെ നന്നായി പെരണ്ട് വരുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആയി കിട്ടണം. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലിൽ, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കഷ്ണങ്ങൾ ഓരോന്നായി തവയിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു വശം റെഡി ആകുമ്പോൾ മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. പാകമാകുമ്പോൾ എടുത്ത് കോരി മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും പാൻ അടുപ്പത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ മണികളും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടലയും, അതായത് നല്ല വറുത്ത നിലക്കടലയും ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യയിലേക്ക് അവർ ഈ കറി വയ്ക്കുമ്പോൾ അതിൽ നിലക്കടല ചേർക്കാറില്ല. ഞാനിതിൽ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ട് നിലക്കടല ചേർക്കാണ്, ഒരു ക്രഞ്ചിന് വേണ്ടി. രണ്ടും ചേർത്ത് നിലക്കടലയുടെ നിറം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്. ഇത് ആദ്യമേ ചേർക്കാതിരുന്നത് അതിൻ്റെ നിറം കൂടുതൽ ഡാർക്കായി പോവാതിരിക്കാനാണ്. മുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് നേരം മാത്രം വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് കുക്കായി വരണം, പക്ഷെ ഒരു ചെറിയ ക്രഞ്ച് നിൽക്കണം. ആ ഒരു പാകത്തിന് വേണം ഉള്ളി എത്തേണ്ടത്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട പാകത്തിനായിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചുമന്ന മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, ഇത് 3ഉം ചേർത്ത് കൊടുത്ത് ഈ ഇളം തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത പൊടികൾ വേവാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തേത് എണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തേത് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എണ്ണ കൂടുതൽ ചേർക്കുന്നത് ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഇരുന്ന് ആ പൊടികളൊന്ന് വെന്ത് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിയിട്ടുണ്ട്. പാനിൽ നിന്ന് വെന്ത മസാലയുടെ മണമാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത്
ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ തൈര് കറിയിലേക്കുള്ള മസാലയും റെഡിയാണ്, വഴുതനങ്ങ ഫ്രൈയും റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 1/2 ലിറ്റർ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സറിൽ ഒന്നോ രണ്ടോ പൾസ് കൊടുത്ത് എടുക്കണം. ഈ തൈര് ഒരു മീഡിയം പുളി ആയിരുന്നാലാണ് ഈ കറി നന്നാവുക കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ച തൈരിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങയും പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു ജെന്റ്ലി പീസിൽ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. സ്പീഡിലൊക്കെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വഴുതനങ്ങ വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോവും. പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ കറിയിൽ നോർത്ത് ഇന്ത്യൻസ് ചേർക്കുന്ന ഒരു സാധനം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കസൂരി മേത്തി ചേർക്കുമായിരുന്നു, അത് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തിയും കൂടി ഈ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചില്ലി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ, ചേർക്കേണ്ട ഒരു നിർബന്ധവും ഇല്ല. എന്നാൽ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്, മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഈ കറി ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ തൈര് കറി അഥവാ ദഹി ബാങ്കൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.